നമസ്കാരം. മഹാരാഷ്ട്രയിലെ സാവന്ത്വാടിയിലുള്ളത്. ഞങ്ങൾ ഇന്ന് കൊങ്കൺ റെയിൽവേയിലത്തെ കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ തിരിച്ച് മഡ്ഗാവിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതാണ് സാവന്ത്വാടി റോഡ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇഷ്ടം പോലെ ഈ ഒരു വഴി ട്രെയിനിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തീയതി വരെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഈ കാഴ്ചയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ തന്നെ നല്ലൊരു എൻട്രി ഗേറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ചെറിയൊരു കുറച്ച് കടകളൊക്കെ ഉണ്ട്. കാരണം സാവന്ത്വാടി ടൗൺ ഇവിടെയല്ല, ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ പോകാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെയാണ് ഓട്ടോ വണ്ടികളൊക്കെ, അതായത് ഈ ഓട്ടോറിക്ഷയൊക്കെ നിർത്തിയിട്ടുള്ളത്. ഞാൻ ഇന്നത്തെ തീയതി വരെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരും ഈ ഓട്ടോ റിക്ഷക്കാരനെ വന്നിട്ട് റൂം പോകണോ അല്ലെങ്കിൽ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെ നടക്കാൻ വേണ്ടി വിടില്ല. ഇവിടുത്തെ ആൾക്കാർ എത്രയോ ഡീസൻ്റാണ്. ഒന്നുമില്ല, അവരവരുടെ ആടെ നിൽക്കുന്നു, നമ്മളെ വഴിക്ക് വിടുന്നു. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ല. നല്ല റെയിൽവേ സ്റ്റേഷൻ, നല്ല അറ്റ്മോസ്ഫിയർ, അത് എടുത്തു പറയണം. നല്ലൊരു മഴയൊന്നുമില്ല, കാലാവസ്ഥ പെർഫെക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മനു പറഞ്ഞ പോലെ തന്നെ സാവന്ത്വാടി റോഡ് വഴി ഒരുപാട് കടന്നു പോയിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ആ സ്റ്റേഷന്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ തന്നെ നമ്മൾ വേറൊരു റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കാണും. പിന്നെ സാവന്ത്വാടി റോഡ് ടൗൺ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അത് കാരണം വെച്ചാൽ ഇത് റോഡാണ് റെയിൽവേ സ്റ്റേഷൻ. സാവന്ത്വാടി റോഡ് എന്ന് പറയാൻ കാരണം ടൗണുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് റോഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. ഇതുവഴി തന്നെ കയറാം. ഒരു ടെർമിനലിൻ്റെ മാതൃകയിലാണ് ഈ ഒരു സ്റ്റേഷൻ്റെ മുൻഭാഗം ഉള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്ത കാലത്താണിത് പണി കഴിപ്പിച്ചത്. കാരണം അവിടെ നല്ല പൂവൊക്കെ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച. ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ മുൻഭാഗത്ത് തന്നെയാണ്. സാവന്ത്വാടിയിൽ എല്ലാ വണ്ടികളുടെ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ MH7 ആണ് കാണുന്നത്. അതുപോലെ ഇവിടെ കൊങ്കൺ റെയിൽവേൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഇവിടെ തന്നെയാണ് ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. അതുകൊണ്ട് എല്ലായിടത്തും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടാണ് ഉള്ളത്. അങ്ങ് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മഡ്ഗാവിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാം. എത്ര രൂപയാണെന്ന് ആവുന്നു എന്നൊക്കെ നമുക്കറിയണമല്ലോ. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇവിടെ അടിപൊളിയാണ്. അവിടെ എന്തോ പെയിൻറ്റിങ്ങും ഒക്കെ പോലെ കാണുന്നുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 2 മഡ്ഗാവ് ടിക്കറ്റ് എടുക്കാം, സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റിന് എടുക്കാം. ഈ ഒരു കൊങ്കൺ കന്യ എക്സ്പ്രസ്സിന് നമുക്ക് പോകാം കേട്ടോ. ഇവിടെ കയറി പോകുന്ന ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് സാവന്ത്വാടി റോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് എത്താനായിട്ടില്ല, ഒരു 20 കിലോമീറ്റർ കൂടെ വരാണ്ടത്രേ. സാവന്ത്വാടി റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു നെയിം ബോർഡുള്ള ഭാഗത്തേക്ക് പോകാം. ഇവിടെ അത്യാവശ്യത്തിന് ടീ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. मुंबई छत्रपति शिवाजी महाराज टर्मिनस मडगाव कोंकण कन्या एक्सप्रेस in Hindi by 1 hour 15 minutes. 1 മണിക്കൂറിന് മുകളിൽ കൊങ്കൺ കന്യ ഡിലേ ആണ്. ഇവിടുന്ന് സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഓക്കെ, ഇവിടെ പോയി നിൽക്കാം, ഇവിടെ നിൽക്കാം. ഇതിലൂടെയാണെങ്കിൽ ഇവിടെ നിർത്തുന്ന ട്രെയിൻ വരിക കേട്ടോ. സ്പീഡിൽ പോകുന്ന അടിച്ചു വിട്ട് പോകുന്ന ട്രെയിനിൽ അതുവഴി പോകും. റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡുള്ള ഈ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് SWV എന്നാണ്. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വണ്ടി വരുന്നത് നമുക്ക് കാണാം. സാവന്ത്വാടി റോഡ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിലല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും മിക്കവാറും ട്രെയിൻ കയറേണ്ടത്. വേണമെങ്കിൽ ഇവിടെയും പോയി നിൽക്കാം. കാരണം 2 ഭാഗത്തും കയറാം. ഈ ഒരു പട്ടിക്കൂട്ടം കുറേ നേരം നമ്മുടെ പുറകെ തന്നെ നടക്കുക. നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവൻ ഇങ്ങോട്ട് വരുന്നു, നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പുറകെ തന്നെ മിക്കവാറും വരും ഇത്. പാവം. നമുക്ക് അങ്ങ് അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം. ചെറിയ രീതിയിൽ മഴയുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മൾ അങ്ങ് അവിടം വരെ പോയതാ. അതാ നമ്മുടെ പുറകെ ഇതാ വീണ്ടും വരുന്നതാ. എന്താണെന്നറിയില്ല, നമുക്ക് ഇവറ്റകളോടൊക്കെ ഭയങ്കര സ്നേഹം. ഈ പട്ടിയായാലും ശരി, പൂച്ചയായാലും ശരി, നമുക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. ഇവൻ്റെ വലിയൊരു ഫാമിലി ഇപ്പുറത്തുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. 5-6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ട്. കാരണം ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ ലാസ്റ്റ് ഇവിടെ സാവന്ത്വാടി റോഡിൽ വന്നത് പട്ടീൻ്റെ കടി വാങ്ങാനെന്ന് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും.
മുംബൈ ലോകമാന്യ തിലക് ടെർമിനസിൽ നിന്നും എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ് 4 മണിക്കൂർ ഡിലേ ആയിട്ട് ഇതാ കടന്നു വരികയാണ്. WP4 ആണ് ലോക്കോമോട്ടീവ്. ഇതുവഴി ഇപ്പോൾ ഒരു ട്രെയിൻ കടന്നു പോകും. അവിടെ റെഡ് സിഗ്നലാണ്. വേറെ ഏതുമല്ല, രാജധാനി എക്സ്പ്രസ് ആണ്. മഡ്ഗാവ് ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഗ്രീൻ ആയാലും മതിയല്ലോ. അങ്ങനെ അത് വരുന്നുണ്ട്. രാജധാനി വരുന്നത് ഈ ഒരു വഴിയാണ് കേട്ടാ. ഇതുവഴി വരുമ്പോൾ എന്തായാലും സ്ലോ ആയിട്ടേ വരുള്ളൂ. നാളെ ഉച്ചയ്ക്ക് ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ എത്തും. രാജധാനി എക്സ്പ്രസ്. ഇതിന്റെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കുടലാണ്. ഇവിടുന്ന് സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ വണ്ടി ഓൾറെഡി നിർത്തിയിട്ടുണ്ട്. ഇതാ ഇതിന്റെ പാൻട്രി കാറാണിത്. ഈ രാജധാനി എക്സ്പ്രസ് ഇവിടെ പിടിച്ചിടാൻ കാരണം വേറെ ഒന്നുമല്ല, ഓഖ എറണാകുളം എക്സ്പ്രസ് വരാനാണ്. അതങ്ങനതാ വരുന്നതാ. ഇനിയിപ്പോൾ ഇത് പോകുന്നത് കാണാം. അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ എക്സ്പ്രസ്സിൽ ഇപ്പം നല്ല അടിപൊളി വണ്ടിയായി. അല്ലെങ്കിൽ ഉത്കൃഷ്ടല്ല ഉണ്ടായത്. നല്ല അടിപൊളി LHP 12 സ്ലീപ്പർ ക്ലാസ് ഉണ്ട് ഇതിന്. നല്ലോണം ഉണ്ട്. രാജധാനിയെ പോസ്റ്റാക്കി അത് പോയി. രാജധാനി എക്സ്പ്രസ്സും പോയി. ഇവിടെ ഇത്രയും നേരം നല്ല മഴയാണ്. മഴ എന്നാലും കുറഞ്ഞിട്ടില്ല, ചെറുതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാവന്തവാടി റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിനൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. തുത്താരി എക്സ്പ്രസ്. ഇവിടുന്ന് സാവന്തവാടിയിൽ നിന്ന് ദാദർ സെൻട്രലിലേക്കാണ്. അത് ഇവിടുന്ന് വൈകുന്നേരമാണ്. അവിടുന്ന് വരുന്ന ട്രെയിൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും മിക്കവാറും നിർത്തുക. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്തായിരിക്കും അല്ലേ. അതെ, അപ്പുറത്തുണ്ടല്ലോ സ്ഥലം. ഈ വഴി നിർത്തൂല എന്തായാലും. ഇവിടെ നിർത്തില്ല. ഇവിടെ ഇതിലെ കൂടെ ക്രോസ് ചെയ്ത ഇവിടെ സ്റ്റോപ്പിലെ ട്രെയിനുകൾക്ക് ഇവിടെ നിർത്തണമല്ലോ. 0104 मडगांव मुंबई छत्रपति शिवाजी महाराज टर्मिनस मांडवी एक्सप्रेस थोड्याच वेळात प्लॅटफॉर्म क्रमांक 1 वर येत आहे. कृपया ध्यान दीजिए. मडगांव से आने वाली मुंबई छत्रपति शिवाजी महाराज टर्मिनस को जाने वाली गाड़ी नंबर 10104 मडगांव मुंबई छत्रपति शिवाजी महाराज टर्मिनस मांडवी कुछ ही समय में प्लेटफॉर्म क्रमांक 1 पर आ रही है. ഇന്ത്യൻ റെയിൽവേയുടെ ഫുഡി ട്രെയിൻ എന്നറിയപ്പെടുന്ന മാണ്ഡവി എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരികയാണ്. ഇത് രാത്രി 9:30 മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇതന്നെയാണ് കൊങ്കൺ കന്യായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി. നമ്മുടെ കൊങ്കൺ കന്യ എക്സ്പ്രസ്സും ഏകദേശം ഇവിടെ എത്താനായിട്ടാ സറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. കൊങ്കൺ കന്യ എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് വന്നു. 2ാം നമ്പർ പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വണ്ടി വരിക. അപ്പോൾ ഇത് ഇപ്പോഴേ എടുക്കൂല, കാരണം നമ്മുടെ കൊങ്കൺ കന്യ എക്സ്പ്രസ് വന്നാൽ മാത്രമേ ഇത് ഇവിടുന്ന് എടുക്കുള്ളൂ. നമുക്ക് കൊങ്കൺ കന്യൻ്റെ മുന്നിൽ പോയി കയറാം. പുറകിലൊന്നും കയറുന്നേ ഇല്ല, കാരണം അതിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല തിരക്കന്നെ ഇവിടെ ഇറങ്ങും.
കൊങ്കൺ റെയിൽവേയിലത്തെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. ഈ ഒരു പച്ചപ്പും ഈ ഒരു ട്രെയിനിൻ്റെ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ എന്താ ഭംഗി, വേറെ തന്നെ ഒരു ബ്യൂട്ടിയാണ്. നമ്മൾ നടന്നിട്ട് ഏകദേശം ഒരു മുൻഭാഗത്തെത്തി. 2 റേക്ക് ഷെയറിങ് വണ്ടികൾ ഇതാ മുഖാമുഖം. അത് തന്നെയാണ് ഇതായിട്ട് പോകുന്നത്, ഇത് തന്നെയാണ് അതായിട്ട് പോകുന്നത്. മണ്ടോവി തന്നെയാണ് കൊങ്കൺ കന്യ, കൊങ്കൺ തന്നെയാണ് മണ്ടോവി. 8:45 വണ്ടിയാണ്. ഇപ്പോൾ 2 മണിക്കൂർ വൈകി 10:45 ഇവിടത്തേക്ക് വരുന്നത്. ഇപ്പം ഇതിൻ്റെ അൺറിസർവ്ഡിൽ കയറിയിട്ട് പോവാം. ഇപ്പോൾ തിരക്കുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നിൽ 2 ഉണ്ട്, അതിൽ മുന്നിൽ കയറാം. ഇല്ല തിരക്കില്ല കേട്ടോ, ഇതിൽ കയറാം. 2 വണ്ടി അങ്ങനെ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങുന്നത് കർമാലിയിലാണേ. കർമാലി ഇറങ്ങി അവിടുന്ന് കുറച്ച് ട്രെയിനൊക്കെ കണ്ട് അവിടുന്ന് വേറെ ട്രെയിൻ കയറിയിട്ട് നമുക്ക് മഡ്ഗാവിലേക്ക് പോവാം. സാവന്ത്വാടി റോഡ് റെയിൽവേ സ്റ്റേഷനോട് വിടാം. നല്ല മഴക്കാറുണ്ട്, ഒരു മഴ വേണമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു സീറ്റ് തന്നെ കിട്ടി കേട്ടോ, ഈ ഒരു സൈഡ് തന്നെ കിട്ടി. പിന്നെ ഇതിൽ വലിയ തിരക്കൊന്നുമില്ല. സാവന്ത്വാടി എത്തുമ്പോൾ തന്നെ വണ്ടീൻ്റെ ആൾക്കാരൊക്കെ ഇറങ്ങി, പിന്നെ അങ്ങോട്ടൊന്നും തിരക്കേ ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ, ഓൾറെഡി ഡിലേയും കൂടി അല്ലേ. ഒരു മഴ കൂടെ വേണമായിരുന്നു. മഡ്ഗാവ് എത്തുന്നതിന് മുന്നേ തന്നെ നല്ലൊരു മഴ വേണം. ഇത് പെർണ എന്ന് പറഞ്ഞിട്ടൊരു ടണലാണ്. ഈ ടണലാണ് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ബ്ലോക്കായത്. ഹെവി മഴ വന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബെർണം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. എല്ലാ ഭാഗത്തും ലൈറ്റ് ഉണ്ട് ടണലിൻ്റെ അകത്ത്. ടണൽ കഴിഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര ചെയ്തിപ്പോൾ ഗോവയിലേക്ക് എത്തി കേട്ടോ. പെർണയം റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു ട്രെയിൻ കണ്ട, ഇതിൻ്റെ അകത്ത് കാറാണ് ഉണ്ടാവുക. കാർ, പുതിയ വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഇതിൽ കൊണ്ടുപോവുക. ട്രെയിൻ അങ്ങനെ തിവിം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിവിമിൽ ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം ഉള്ളത്. നല്ല മഴ, കർമാലി എത്താനായി. ട്രെയിൻ ഇപ്പോൾ കർമാലി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ നല്ലൊരു ലേക്ക് ഉണ്ട്, നല്ല വ്യൂ ആണ് കർമാലി. നമുക്കിനി ഇവിടെ ഇറങ്ങാം, അടുത്തൊരു ട്രെയിൻ കയറി പോവാം. ഏറ്റവും മുന്നിലേ കൊണ്ടുപോയി നിർത്തുള്ളൂ.
ലേക്ക് വ്യൂ. റെയിൽവേ സ്റ്റേഷൻ തന്നെ നല്ല വ്യൂ ആണ്. ഇവിടെ ഇറങ്ങിയതും നല്ല അടിപൊളി മഴയും. ഇപ്പൊ കൊടയൊക്കെ എടുത്ത് രണ്ടുപേരും ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് ഇപ്പൊ എടുക്കൂല, കാരണം കൊച്ചുവേളിയിൽ നിന്ന് ശ്രീഗംഗാനഗർ എക്സ്പ്രസ് ഇവിടെ വരാനുണ്ട്. അത് വന്ന് പോയതിനു ശേഷം മാത്രമേ ഇത് ഇവിടെ നിന്ന് എടുക്കുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നല്ലൊരു കാഴ്ചയൊക്കെ കാണാനില്ലേ. അതുപോലെ തന്നെ ഈ കർമാലി റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്ത് തന്നെ നമ്മൾ വരുമ്പോൾ ഒരു ലേക്ക് ഉണ്ടല്ലോ, ഇതിന്റെ ഭാഗത്തുണ്ട്. ഈ ലേക്കിന്റെ പേര് നമ്മളെ ഗൂഗിൾ മാപ്പ് നോക്കിയ സമയത്ത് കറംബോളി എന്നാണ് കണ്ടത്. കാരണം അതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റും. കാരണം അറിയാലോ ഈ ഗോവ ഈ ഭാഗത്തെ ആ ഒരു ഭാഷ വെച്ച് നോക്കുമ്പോ. അതെ, എടാ ഇതെടുത്തല്ലോ, ഇതെടുത്തു കേട്ടോ. മഴയും പോയി, നല്ല ടൈമിങ്. മറ്റേ വണ്ടി വരാനായി. അതെ, മെജോടെ അവിടെ എവിടെയെങ്കിലും നിൽക്കും, മിക്കവാറും നിർത്തും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇത് ഇവിടുന്ന് എടുത്ത് മഴയുണ്ട് വെച്ച് കുടയിലെടുത്തതാണ്. അതിപ്പോൾ അങ്ങനെ കുടയിലെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മഴ ഉണ്ടാവില്ല. അങ്ങനെ കൊങ്കൺ കന്യ എക്സ്പ്രസ് മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ പോവുകയാണ്. ഇനി ഈ ഒരു വഴി കയറി നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോകാം. ഇതിൻ്റെ ഒരു മേലെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലേക്കിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും എന്നാണ് ഒരു പ്രതീക്ഷ. ഉണ്ട് ഇതല്ലേ, ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ലേക്ക് കാണാം. എന്താ പച്ചപ്പ്. ഇവിടെ ചെറിയൊരു തുരുത്തുണ്ട്, ഏതാ ഒരു 2 മരങ്ങൾക്ക് വേണ്ടി മാത്രം. അടിപൊളിയല്ലേ. ഇതങ്ങുണ്ട് കേട്ടോ, അങ്ങ് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ലേക്കിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ച. ഇതിൻ്റെ നേരെ ഈ ഭാഗത്ത് തന്നെയാണ് കർമാലി റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു സൈഡിലോട്ട് പോകാം. റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം വരുന്നത് അവിടെയാണ്. കർമാലി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇതാ കർമാലി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു നെയിം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗം കേട്ടോ. ഒരുപാട് ടാക്സികളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഏരിയ തന്നെയാണ്. മഴ പോയ സമയത്ത് ഞങ്ങളിനി കുറച്ച് ആ ഒരു ഭാഗം വരെ നടന്നു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ മേലോട്ടൊക്കെ നല്ല സ്ഥലമുണ്ട് കേട്ടോ. ശരിക്കും ഗോവയിൽ എവിടെ പോവുകയാണെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വണ്ടി വേണം. റെന്റ് വണ്ടി എടുത്ത് പോകുന്നത് ഏറ്റവും നല്ലതല്ലേ. അതെ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാണിത്. ഈ ഒരു റോഡാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ തന്നെ കുറേ ഒരു സൈൻ ബോർഡ് ഉണ്ട്. അതിൽ തന്നെ സൗത്ത് ഗോവ എന്നുണ്ട്, നോർത്ത് ഗോവ എന്നുണ്ട്. ഡയറക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. പനാജിയിലേക്ക് ഇവിടുന്ന് 11 കിലോമീറ്ററാണ് ഉള്ളത്. അതായത് പാൻജി എന്ന് പറയും നമ്മുടെ ഗോവേന്റെ ക്യാപിറ്റൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഗോവ, സൗത്ത് ഗോവ എന്ന 2 സെക്ടർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ബീച്ചുകൾ നേരത്തെ നമ്മൾ TV മൊത്തം പറഞ്ഞല്ലോ നോർത്ത് ഗോവേന്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ കലാംകുട്ടെ ബീച്ച്, അഞ്ജുന ബീച്ച്, അതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ബീച്ച്. അതായത് ഈ ഒരു സൗത്ത് ഗോവയിൽ വരുന്നതാണ് നമ്മുടെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനൊക്കെ. അതുപോലെ തന്നെ വാസ്കോഡഗാമിയും വരുന്നത് സൗത്ത് ഗോവ ആ ഒരു റീജിയനിലാണ്. ഇവിടെ ഗോവയിലത്തെ ഓട്ടോറിക്ഷ ഉണ്ട്, ഡോറൊക്കെ ഉണ്ട്, സെറ്റപ്പാ. ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോകാൻ കേട്ടോ. നമ്മൾ ഇവിടുന്ന് വേറെ എവിടെയും പോകുന്നില്ല. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ട്രെയിൻ സ്പോട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് മഡ്ഗാവിലേക്ക് തന്നെ പോകാം. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങണം എന്നൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത്തവണ ഇറങ്ങിയേക്കാല്ലേ നവി. അല്ല, വീഡിയോന്റെ ഒരു കാര്യം ഓരോ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. ഇപ്പൊ സാവന്ത്വാടി റോഡ് പരിചയപ്പെടാൻ പറ്റി, ഇപ്പൊ കർമാലി പരിചയപ്പെടാൻ പറ്റില്ല. അതെ, ഓരോന്ന് നമുക്ക് കാണാം. തിവിമിൽ ഞങ്ങൾ ഇറങ്ങാത്തന്നെ, കാരണം തിവിമിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ വരാമെന്ന് വിചാരിച്ചു. കർമാലി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ടോട്ടലി 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് KRMI എന്നാണ്. അവിടെ അതാ നെയിം ബോർഡ് ഉണ്ട്. നേരെ ഈ ഒരു ഭാഗത്തും നെയിം ബോർഡ് ഉണ്ട്. പണ്ടുണ്ടല്ലോ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു തേജസ് എക്സ്പ്രസ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ മഡ്ഗാവിലേക്ക് ആക്കിയത്. ശരിക്കും പറഞ്ഞാൽ മഡ്ഗാവിലേക്ക് തന്നെയാണ് ആ വണ്ടി വേണ്ടത്. കാരണം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അധികം ആർക്കും ഉപകാരമൊന്നും ഉണ്ടാവില്ല ആ ഒരു ട്രെയിൻ കൊണ്ട്. അതായത് മുംബൈയിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന വണ്ടിയാണ്, ഇവിടെ എത്തുമല്ലോ ഉച്ചക്ക്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഡ്ഗാവ് നമ്മുടെ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും. മഡ്ഗാവ് ആകുമ്പം അതൊരു ഉപകാരം തന്നെയാണ്. അതുപോലെ തന്നെ മഡ്ഗാവ് നിന്ന് മുംബൈയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഗോവന്റെ ഏറ്റവും മെയിൻ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മഡ്ഗാവ് തന്നെയാണല്ലോ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 2 തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ ഈ ഒരു വരുന്ന ട്രെയിനാണ് പോകുന്നത്.
മഡ്ഗാവിലേക്ക് 28 കിലോമീറ്ററാണ് ഉള്ളത്. ഇത് ചണ്ഡീഗഡിൽ നിന്ന് മഡ്ഗാവിലേക്ക് വരുന്ന ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസ്. ഇനി ഇതിന് പോവാം. ഗോവയിൽ വന്നിട്ട് ഗോവ സമ്പർക്രാന്തിയിൽ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇതിൻ്റെ അൺറിസർവ്ഡ് ഇനി മുന്നിലാണോ ഒരു സംശയമുണ്ട്, നോക്കാം. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, വേറെ പുറകിലും ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പറായി. ഈ വണ്ടി തന്നെ റൈഡ് ഷെയറിങ് നടത്തിയിട്ട് എറണാകുളത്തേക്കുള്ള വീക്ക്ലി എക്സ്പ്രസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. സമ്പർക്രാന്തി എക്സ്പ്രസ് ലോങ്ങൊന്നും വരുന്ന വണ്ടിയാണല്ലോ, മൊത്തം വൃത്തികേടായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത്. വണ്ടിയിൽ വലിയ തിരക്കൊന്നുമില്ല, കാലി തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. കൊച്ചുവേലി ശ്രീഗംഗാനഗർ എക്സ്പ്രസ്. ഇപ്പം നമ്മൾ സുവാരി റിവറിൻ്റെ അടുത്തെത്തും. ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജ്. ആ ഒരു റോഡ് പോകുന്നതൊക്കെ കാണാം. ഗോവേൻ്റെ ഈ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് വെർണ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇതാ റോറോ കാണാം, ട്രെയിനിൽ ലോറി കയറ്റി കൊണ്ടുപോകുന്നത്. കൊങ്കൺ റെയിൽവേന്റെ ഡിപ്പോയാണിത്. മുംബൈ CST തേജസ് എക്സ്പ്രസ്. സാവന്ത്വാടി റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 75 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളിതാ മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 1:08. ഗോവ സമ്പർക്രാന്തി വന്നത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നേരെ പോവാം അങ്ങോട്ട്. ഈ വണ്ടി ഇന്ന് വൈകുന്നേരം തന്നെ എറണാകുളത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ.
എറണാകുളം വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് ആയിട്ട്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ 4, 5, 6 പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഞങ്ങൾ അധികം ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. ഇന്നെന്നാൽ പിന്നെ നമുക്ക് മെയിൻ ആ ഒരു ഭാഗം ഒഴിവാക്കി ഇവിടേക്ക് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഇവിടേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിലൂടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ടാക്സിനൊക്കെ വിളിച്ചിട്ട് വരും. അത് നമ്മൾ നോക്കട്ടെ. എല്ലാ റെൻറ്റ് വണ്ടിയൊക്കെ എടുക്കേണ്ടവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. ഇതിലൂടെ നേരെ ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ഇവിടെ തന്നെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാറായാലും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഗോവയിൽ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ആ ഭാഗത്ത് മുന്നിൽ മൊത്തം ബൈക്കാണല്ലോ. റെൻ്റൽ ബൈക്സ് ആണ് അവിടെ മുഴുവനുള്ളത്. ഓട്ടോയും ഉണ്ട് കേട്ടോ. ലിക്കർ ഷോപ്പ് എല്ലായിടത്തും ഉണ്ട്. ആ ഒരു 5 പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള ആ ഒരു ഭാഗമൊക്കെ വരുന്നത് അവിടേക്കാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നേരെ നോക്കി കാണുന്നത് ഇവിടേക്കുള്ളത് ലിക്കർ ഷോപ്പുകളാണ്. മദ്യത്തിന് ഇവിടെ ടാക്സ് ഇല്ലല്ലോ. ചെറിയ പൈസയൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മദ്യമൊക്കെ കിട്ടും കേട്ടോ. ഈ കാണുന്നതൊക്കെ ഓരോരോ ബോട്ടിലുകളാണ്. ഈ ഒരു ഭാഗത്തെ കടകളിലെ മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ ഗോവയ്ക്ക് വരുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ അടിക്കണമെങ്കിൽ ഇവിടെ വരിക, വെള്ളം അടിക്കുക, നൈസായിട്ട് കയറി പോവുക. പക്ഷെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പാടില്ല. അല്ല, അത് നമ്മൾ പറയുന്നത് വെള്ളം അടിക്കുന്ന കാര്യം അങ്ങനെ എന്താ പറയുക, നമുക്ക് അങ്ങനെ തോന്നാൻ ആവശ്യമില്ല. മലയാളികളല്ലേ. അപ്പം പക്ഷേ ഇവിടുന്ന് ഗോവയിൽ നിന്ന് വാങ്ങിയിട്ട് വേറെ അതായത് കർണാടകയിലേക്കോ കേരളത്തിലേക്കോ ഒന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഭയങ്കര ചെക്കിങ് ആണ്. പണി കിട്ടും, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ബാഗില്ലേ ചെക്ക് ചെയ്യും. ഇപ്പൊ അവര് കയറി വരുമ്പോൾ ചെക്ക് ചെയ്യും. ഇപ്പൊ ചെക്ക് കാരണം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ, അതായത് സാവന്തവാടി റോഡിലേക്ക് പോകുന്ന പാസഞ്ചറിലെ അതിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലീസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് എക്സ്പ്രസ് ആണിത്. ഈ ഒരു വണ്ടി ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതുവഴി തന്നെ റൂം വേണോ സ്കൂട്ടർ വേണോ, അതായത് ബൈക്കൊക്കെ റെന്റിന് വേണോ എന്ന്. ഞങ്ങളിവിടെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫുഡ് കോർട്ടിൽ വന്ന് 2 ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ വന്നിട്ടുണ്ടായേ. നല്ല ചൂട് ഇപ്പം റെഡിയാക്കി കൊണ്ടുവന്നതേ ഉള്ളതാ. ഇതിന് ഒരാൾക്ക് വന്നത് 85 രൂപ മാത്രമേ ഉള്ളൂ. 85 രൂപ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു അച്ചാറും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ച ശേഷം നമുക്ക് ഈ ഒരു പുറത്തേക്ക് ഇറങ്ങാം റെയിൽവേ സ്റ്റേഷൻ്റെ. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു ഭാഗം ഇതാണ്. ഇതിലൂടെയാണ് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്കൊക്കെ കയറാനുള്ളത്. അതുപോലെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറൊക്കെ വരുന്നത് അവിടെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ. വിശാലമായ സൗകര്യമാണ് ഉള്ളത് ഇവിടെ. പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ വലിയൊരു റോഡാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അവിടെ തന്നെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ട്. കോൾവ ബീച്ചിലേക്കൊക്കെ പോകേണ്ട ആ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. മനു, കോൾവ ബീച്ചില്ലേ, അതിന്റെ താഴെ എഴുതിയൊരു സ്ഥലം കണ്ടോ? പോണ്ട അതെ അവിടെ പോണ്ട. അതെ അവിടെ പോണ്ട. ഇപ്പം അവിടെ പോണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ച. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൈഡിലാണ് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ളത്. ഈ ഗോവയിലത്തെ ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് എത്ര ഉണ്ടെന്നറിയാം നോക്കിയേ. ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം. ഇവിടുത്തെ ഓട്ടോറിക്ഷയാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ വണ്ടിക്കും ഡോറുണ്ട്. ഇത് കണ്ട ഡോറൊക്കെ ഉണ്ട് ഇവിടെ. യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നല്ല രീതിയിൽ സുരക്ഷിതമാണല്ലോ ഈ ഒരു ഡോറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. മനു, ഇവിടുത്തെ ബൈക്ക് നോക്കിടാ, അടിപൊളിയല്ലേ? എല്ലാം ടാക്സിയാടാ. ഇത് ടാക്സിയാ. പിന്നെ ഇവിടേക്ക് എന്തോ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സാവന്തവാടി റോഡിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം മഡ്ഗാവിലെത്തി, ഗോവയിലെത്തി. എന്താ പറയുക, ചെറിയൊരു വീഡിയോ ആണ്. അതിന് പുറമേ തന്നെ നമ്മൾ കുറച്ച് ക്രോസിംഗ് ഒക്കെ, അതായത് നമ്മുടെ ഈ ഒരു ട്രെയിൻ സ്പോട്ടിങ് ചെയ്തായിരുന്നു ആ ഒരു റെയിൽവേ സ്റ്റേഷൻ. കുഴപ്പമില്ല, നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണത്. അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേന്റെ കുറച്ച് റെയിൽവേ സ്റ്റേഷനുകൾ പരിചയപ്പെടുത്തുവാന്നാണ് നമ്മളൊരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. കാരണം കർമാലി നമ്മൾ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ സാവന്തവാടി റോഡ് ആ റൂട്ട് വഴി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണെന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അറിയില്ല. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. നല്ല അടിപൊളി ആ ഒരു കയറുമ്പോൾ നല്ല മനു അത് പുതിയതായിട്ട് നിർമ്മിച്ചു തന്നെ കേട്ടോ അത്. അപ്പോൾ അങ്ങനെ കുറച്ച് റെയിൽവേ സ്റ്റേഷൻ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഇനിയും ഉണ്ട്. നമ്മുടെ രത്നഗിരി ഒന്നും നമ്മൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ചുപ്പിനൊക്കെ. അപ്പോൾ അവിടേക്ക് ഇനിയും പോകണം. അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ വരും എന്തായാലും നമ്മൾ എന്തായാലും ഭാവിയിൽ അത് ചെയ്യുമോ തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.